നമുക്ക് പുതിയൊരു മോഡൽ കുർത്തി ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നൈറ്റി ബിറ്റ് ആണ്. ഇപ്പൊ എല്ലാ വീഡിയോയുടെയും തുടക്കം ഞാൻ പറയും ഏത് തരം തുണിയാണ് വേണ്ടതെന്ന്. ചില വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ചില മോഡൽ കുർത്തി നമുക്ക് ചെയ്യുമ്പോൾ നൈറ്റി ബിറ്റ് പറ്റത്തില്ല, റണ്ണിങ് മെറ്റീരിയൽ തന്നെ വേണം കേട്ടോ. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന മോഡലിന് നൈറ്റി പീസ് മതി. ഇതിന് 140 രൂപയാണ് വില. ഇതിന്റെ കയ്യിലെ പഴയ സ്റ്റോക്ക് ആണ്. ഇപ്പൊ കുറച്ച് വിലയൊക്കെ കൂടിയിട്ടുണ്ട്. 140 എന്നൊക്കെ അത് 158 ആയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ വാങ്ങിയിരിക്കുന്നത് 140ന്റെ തുണിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും നൈറ്റി പീസ് വാങ്ങിക്കുമ്പോ ഉണ്ടല്ലോ, ചുങ്കിടി മോഡൽ ഇല്ലെങ്കിൽ അവിടെ പല പല ഡിസൈൻ ഉള്ളത് എടുക്കാതെ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒറ്റ പ്രിന്റ് ഉള്ള തുണി വാങ്ങാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 500 ഇല്ലെങ്കിൽ 800 900 രൂപയുടെയൊക്കെ വില വരുന്ന കുർത്തി വെറും 140 ഇല്ലെങ്കിൽ 150 രൂപയ്ക്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് ഇടാം. റെഡിമെയ്ഡിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഫുള്ളായിട്ടൊന്ന് വിടർത്തട്ടെ. 3 മീറ്റർ എന്നാണ് നമുക്ക് ഈ നൈറ്റി ബിറ്റ് പറയുക. പക്ഷെ 3 ഉണ്ടാവത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേപ്പിന്റെ പുറകു ഭാഗം വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിക്കോ. 290 ഇല്ലെങ്കിൽ 285 ഒക്കെ നമുക്ക് നൈറ്റി ബിറ്റ് വരുന്നുള്ളൂ. അപ്പോ ആദ്യമേ നമ്മൾ എല്ലാവരും തന്നെ സാധാരണയായിട്ട് മടക്കുന്നത് എങ്ങനെയാ? വീതിയിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ടിട്ടാണ് മടക്കുന്നത് അല്ലെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇതിൽ കുറച്ച് മാറ്റമുണ്ട്. നമ്മള് ഈ ഭാഗത്തു നിന്നാണ് നേരെ ഇങ്ങനെ വെച്ചിട്ടാണ് മടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഫസ്റ്റ് നമുക്ക് ഇതില് ഒരു 15 ഇഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പൊ ടേപ്പ് ഞാൻ ഈ ഒരു അറ്റത്തിട്ടോ, കാരണം നമ്മുടെ വീതിയാണ്, നൈറ്റി ബിറ്റിന്റെ വീതിയാണ് ഈ കാണുന്നത്. ഇവിടെ വേണം ടേപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തേരുഭാഗമല്ല, കട്ടിങ് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ കുറെ പേർക്ക് സംശയമാണ്, ഈ നൈറ്റി ബിറ്റ് ഫുള്ളായിട്ടാണോ 140 ഇല്ലെങ്കിൽ 1 മീറ്ററിനൊക്കെ ആണെന്ന് എല്ലാവരും എല്ലാ വീഡിയോയും താഴെ കമന്റ് ചെയ്യാറുണ്ട്. ഇത് 3 മീറ്ററിനും കൂടിയിട്ടാണ് 140 വരുന്നത്. ഇത് റണ്ണിങ് മെറ്റീരിയൽ അല്ല. റണ്ണിങ് മെറ്റീരിയലിന് നമ്മൾ 1 മീറ്റർ 2 മീറ്റർ അങ്ങനെയാണ് പൈസ വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 15 ഇഞ്ച് വീതി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് തുണി ഒന്ന് മടക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിന്ന് ലെങ്തില് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ കറക്റ്റ് 15 ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടു. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇത് ഒരു ഭാഗത്തേക്കുള്ളത്. സെയിം ഇനി ഇപ്പറേക്കും ഇങ്ങോട്ടേക്ക് 15 മാർക്ക് ചെയ്യുക. എന്നിട്ട് തുണി മടക്കുക. ഇതേപോലെ ഒരു കഷ്ണം കൂടെ കട്ട് ചെയ്യാം. 2 കഷ്ണം തുണി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട്, രണ്ടാമത്തേത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട്. വീതി ഫുള്ളായിട്ട് 30 വരും കേട്ടോ. മടക്കിയിട്ട കണക്കാണ് പറഞ്ഞു തന്നത്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് 15 വേണം. സെയിം ഈ തുണിയും ഇങ്ങനെ തന്നെ 15 എടുക്കാം. വിടർത്തി വരുമ്പോൾ ഇത് 30 ആവും. ഇനി നമുക്ക് ഇതിന്റെ മീതേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 വശവും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാമല്ലോ. അപ്പൊ നിങ്ങൾ നൈറ്റി പീസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ആ കോഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അതായത് മുകൾ ഭാഗം നോക്കി, ഇതാണ് ഷോൾഡറിന്റെ ഭാഗത്ത് വരിക. ഇവിടെ ഇങ്ങനെ കോഡ് ഇല്ലാതെ വേണം വെക്കാൻ വേണ്ടിട്ട്. എന്താണെങ്കിലും ഇതിന്റെ ഒരു ഭാഗത്ത് നമുക്ക് കോഡ് വരും. ഇതാ നോക്കിയേ, കണ്ടില്ലേ? ഇത് താഴേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇത് ഒരു കഷ്ണം, ഇത് രണ്ടാമത്തെ കഷ്ണം, അതിലും ഉണ്ട് കോഡ്. അതൊന്ന് സൂക്ഷിക്കുക. ഇത് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുവാണെങ്കിൽ നെക്കിന്റെ ഒക്കെ ആ ഭാഗത്തോ ഇല്ലെങ്കിൽ ഷോൾഡറിന്റെ ഒക്കെ ആ ഭാഗത്തോ വരും. നമ്മള് 2 കഷ്ണം തുണി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലെവല് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ 2 ഓപ്പൺ സൈഡ്, നേരെ ഓപ്പോസിറ്റ് 4 ഓപ്പൺ സൈഡ്. സാധാരണയായിട്ട് വെക്കുന്ന പോലെ തന്നെയാണ്. ഇതിലാകെ ഒരേ ഒരു മാറ്റമേ ഉള്ളൂ. സാധാരണ രീതിക്ക് നമ്മൾ തുണി മടക്കുമ്പോൾ ഈ തേര് ഭാഗം സൈഡിലായിരിക്കും വരിക. പക്ഷെ ഇവിടെ ഇങ്ങനെ മുകളിലും അതുപോലെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലെടുക്കുന്ന ലെങ്തിനെ പറ്റി ഒന്ന് പറയാം. ഞാനിപ്പോ ഈ ഒരു ഭാഗത്ത് എന്റെ സ്ലിറ്റ് ലെങ്തിനേലും ഒരു 5 ഇഞ്ച് കൂട്ടിയാണ് ലെങ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാനപ്പോ സ്ലിറ്റ് ലെങ്ത് കൊടുക്കുന്നത് 20 ഇഞ്ചാണ്. അതിന്ന് ഒരു 5 ഇഞ്ച് കൂട്ടി 25 ഇഞ്ച് ലെങ്ത് ഇവിടേക്ക് എടുക്കും. ബാക്കി ഒരു 15 ഇഞ്ച് നമുക്കിപ്പോ ബാക്കി കഷ്ണമില്ലേ, ഇതിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സാധാരണയായിട്ട് ഒരു കുർത്തി ചെയ്യുമ്പോൾ 44 ഇഞ്ചൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് അത്രയും നമുക്ക് ലെങ്ത് വേണ്ട. ഒരു 40 ഇഞ്ച് മുട്ടിന്ന് കുറച്ചുകൂടി ഇറങ്ങി നിന്നാൽ മതി. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത് താഴേക്ക് ഞാനങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. 25 ഇഞ്ചാണ് വേണ്ടത്. അതിനെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 26 ഇഞ്ചില് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഇത് സ്ലീവിനുള്ള തുണിയാണ്. അത്രക്ക് വലിയ സ്ലീവ് കിട്ടത്തില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നൈറ്റി ബിറ്റ് എടുക്കാതെ റണ്ണിങ് മെറ്റീരിയൽ
ഒരു 2.5 മീറ്റർ എങ്കിലും വാങ്ങിക്കേണ്ടി വരും. ഞാൻ പറയുന്ന പോലെ മടക്കി കട്ട് ചെയ്താലേ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കുർത്തി കിട്ടത്തുള്ളേ, ഇല്ലെങ്കിൽ തുണി തികയത്തില്ല. നമ്മളെ ചെറിയൊരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കുറഞ്ഞ നിസ്സാര വിലയുള്ള തുണി വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ലെങ്ത് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യാം. അപ്പൊ എന്റെ ഷോൾഡറിന്റെ അളവ് 7 ഇഞ്ചാണ്. അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. താഴേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ഈ ചോക്ക് ഒന്ന് മാറ്റിക്കോട്ടെ, ഒരു ഭാഗ തെളിയുന്നില്ല. ആം ഹോളിന്റെ ഈ ലെങ്ത് ഞാനപ്പോ ഈ ഒരു ചോക്ക് വെച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് ലൈൻ ആണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ ലൈൻ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് നീട്ടി വരക്കുക. എന്നിട്ട് നമ്മുടെ കറക്റ്റ് ചെസ്റ്റിന്റെ റൗണ്ട് എടുക്കുക, അതിന്റെ കാൽഭാഗം. അപ്പൊ എന്റെ അളവ് 36 ഇഞ്ചാണ്. അതിന്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 9 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് തൊട്ടിപ്പുറത്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആം ഹോളിന്റെ സെന്റർ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ സെന്ററിൽ നിന്ന് വേണം കുഴിച്ച് കറക്റ്റ് ഈ ഒരു അളവിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് എടുക്കാനായിട്ട്. ഒരിക്കലും നമ്മുടെ ഈ തയ്യൽ തുമ്പിലേക്ക് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് പോകരുത്. കറക്റ്റ് ചെസ്റ്റ് അളവിലേക്ക് ആയിരിക്കണം ഇങ്ങനെ അങ്ങോട്ട് ഷേപ്പ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരക്കാം. അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വരച്ചു പോകുന്നത്. ഇനി ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. 13.5 ഇഞ്ചാണ് ഷേപ്പിന് ലെങ്ത് കൊടുക്കുന്നത്. അത് മാർക്ക് ചെയ്തു. അത് കഴിയുമ്പോൾ നമ്മുടെ സ്ലിറ്റിന്റെ ഓപ്പൺ ഇല്ലേ, അതും ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഷേപ്പിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ചാണ് ഷേപ്പിന്റെ വിഡ്ത്ത് വരുന്നത്. അതിനെ കൂടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുക. ഇനി താഴത്തെ നമ്മുടെ ഹിപ്പിന്റെ ഭാഗം, അതായത് സ്ലിറ്റിന്റെ ഓപ്പൺ നമ്മൾ കൊടുക്കത്തില്ലേ, അത് ഞാൻ ഇവിടെ ഒരു 9.5 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട്. അതിനെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 11.5 മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി എല്ലാ അളവും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഫസ്റ്റ് ചെസ്റ്റിൽ നിന്ന് ഷേപ്പിലേക്ക്, അതിനുശേഷം നമ്മുടെ സ്ലിറ്റിന്റെ ഓപ്പൺ ഭാഗത്തേക്ക്, ഇനി തൊട്ടിപ്പുറത്ത് തയ്യൽ തുമ്പ് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തി. അതായത് സ്ലിറ്റിന്റെ ഓപ്പൺ വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇത് ഈ അറ്റത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. 15 ഇഞ്ച് വീതി മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് ഇനി ഇവിടുന്ന് താഴത്തേക്ക് അങ്ങ് കുറച്ച് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് പിടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഒരുമിച്ചാണ് കട്ട് ചെയ്ത് പോവാറുള്ളത് കേട്ടോ. ഈ അറ്റത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും കട്ടിങ് ഇതില് ബാധകമല്ല. ഇതില് അടുത്ത വരുന്ന മാർക്കിങ് നമ്മുടെ നെക്ക് വീതിയും ലെങ്ത്തുമാണ്. 3 ഇഞ്ച് നെക്ക് വീതി കൊടുക്കുക. ബാക്ക് നെക്ക് 3 ഇഞ്ച് കൊടുത്തു. ഫ്രണ്ട് നെക്ക് 5 ഇഞ്ച് കൊടുത്തു. ഫസ്റ്റ് ഇതൊരു ബോക്സ് ആക്കുക. എന്നിട്ട് ബാക്ക് എന്താണെങ്കിലും യു തന്നെ വേണം. ഫ്രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ ദേ ഇവിടം വരെ സ്ട്രെയിറ്റ് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വളച്ചെടുക്കുവാണ്. കാരണം എല്ലാവർക്കും പരാതിയാ, എല്ലാത്തിലും യു നെക്കല്ലേ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടിട്ടാണ് ഒരു മാറ്റം വരുത്തിയത്. ബാക്ക് നെക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. 2 തുണിയും ഒരുമിച്ച് വെച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോണ്ടല്ലോ ഈ പാർട്ട് അങ്ങോട്ട് മാറ്റണം. എന്നിട്ട് വേണം ഈ നെക്ക് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഈ നെക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെ ഞാനപ്പോ ഇങ്ങനെ ഒരു ഷേപ്പില് കട്ട് ചെയ്ത് നിർത്തി. എന്നിട്ട് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ അങ്ങ് ഈ ഒരു മോഡൽ നെക്കാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെയൊക്കെ പണി കഴിഞ്ഞു. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് സ്ലീവ് കട്ട് ചെയ്യും. സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോ ചെറിയ സ്ലീവ് വെക്കുന്നതുകൊണ്ട് എനിക്കിതേ ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ തുണി തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി 3/4 സ്ലീവോ ഇല്ലെങ്കിൽ കുറച്ചുകൂടി നീളമൊക്കെ വേണമെങ്കിൽ അതേ ഇത് വെക്കാം. നമുക്ക് നടുക്കൊന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഒരു വെള്ള കഷ്ണം തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഇതിലെ വെള്ള കളർ മാച്ചാണ്. അപ്പൊ നമുക്ക് സൈഡിൽ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ വേണമെന്ന് വെക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പൈസ കുറച്ചൊക്കെ സേവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവര് അങ്ങനെ ചെയ്യുക. ഇല്ലാത്തവര് ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു നൈറ്റി ബിറ്റ് എടുക്കേ വേണ്ട, നിങ്ങൾ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് വേണ്ട സ്ലീവിന്റെ ലെങ്ത് ഒക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. 4 ഇഞ്ച് മതി എനിക്ക്. ഒരു 5 ഇഞ്ചോളം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഞാനിപ്പോൾ വണ്ണൊന്നും കൂടി മാർക്ക് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാ ദിവസവും കട്ടിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെ നിന്ന് കൈക്കുഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് സ്ലീവ് എടുക്കുവാണ് കേട്ടോ. 2 സ്ലീവ് ആയിട്ടുണ്ട്. സ്ലീവിന്റെ സെന്റർ ഇങ്ങനെ കട്ട് ചെയ്യാം. കാണിച്ചു തരാം.
സ്ലീവും നമുക്ക് 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി താഴത്തേക്ക് വേണ്ട ഭാഗമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, അതായത് പ്ലീറ്റ്സ് വെക്കേണ്ട ഭാഗം. അപ്പൊ നമ്മുടെ ബാക്കി തുണി എടുക്കാം. ഇത്രയുമാണ് ബാക്കിയായിട്ട് നമുക്ക് ഉള്ളത്. ഇതിങ്ങനെ ഒന്ന് 2 ആക്കി മടക്കി എടുക്കാം. തേര് ഭാഗമാണ് ഞാനപ്പോ മുകളില് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടൊന്ന് ടേബിളിലേക്കൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം. മടക്കം കൂടെ ഇങ്ങനെ ഒന്ന് മടക്കാം. നമുക്കിത് 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് തുണി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, തേര് ഭാഗം മുകളില് താഴെയായിട്ട് വേണം വരുത്തിക്കാനായിട്ട്. അപ്പൊ താഴത്തേക്ക് ഇനി വേണ്ട ലെങ്ത് 15 ഇഞ്ചാണ്. ഈ 15നെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 16 ഇഞ്ചില് മാർക്ക് ചെയ്യാം. അതിന്റെ ഇടയിൽ ഞാൻ ആ പ്രിന്റ് എവിടെയെങ്കിലൊക്കെ വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തോട്ടെ. താഴെ ഭാഗത്തായിട്ടുണ്ട്. ഇങ്ങനെ വരുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് താഴെ ഭാഗം കൊടുത്താൽ മതി. മടക്കിയൊക്കെ അടിച്ച് ചിലപ്പോൾ ഉള്ളിലേക്ക് പോകും. ഒരിക്കലും ഫ്രണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ നേരെ തുണി താഴേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണ്? 15 ഇഞ്ച്. അതിനെ കൂടെ 1 ഇഞ്ച് ചേർത്തിട്ട് 16 ഇഞ്ചില് മാർക്ക് ചെയ്തിട്ട് ഇതൊരു കഷ്ണം കട്ട് ചെയ്യുക. താഴത്തേക്കും വീണ്ടും ഒരു 16 എടുത്തിട്ട് അത് ഒരു കഷ്ണം കൂടെ കട്ട് ചെയ്യാം. 2 കഷ്ണമായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇത്രയും അങ്ങോട്ട് വീതി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് പ്ലീറ്റ്സ് ഇട്ട് നമ്മുടെ കറക്റ്റ് അളവാക്കി ഇതങ്ങോട്ട് അറ്റാച്ച് ചെയ്യും. സെയിം അതുപോലെ ഇത് രണ്ടാമത്തെ പാർട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് അങ്ങ് തയ്ച്ചെടുക്കാം. രണ്ടും ഒരു വീഡിയോയിൽ തന്നെ ഇടാൻ പോവാണ്. ഇനി ഇതിനെ ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. നെക്ക് അടിക്കാനായിട്ട് ഒരു തുണി ക്രോസ് പീസ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ. നമുക്ക് ഇതൊന്നും തയ്ച്ചെടുക്കാം കേട്ടോ. എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ബാക്ക് പാർട്ട് ഓൾറെഡി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ സ്ലിറ്റിൽ നിന്ന് ഒരു 5 ഇഞ്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ചുരുക്കിട്ട് വേണം അടുത്ത പാർട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേപോലത്തെ മോഡൽ തയ്ക്കുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവത്തില്ല. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ബാക്കിൽ അതേ ക്രോസ് പീസ് ഒക്കെ വെച്ചിട്ട് നെക്കെല്ലാം തയ്ച്ചങ്ങോട്ട് വെച്ചിരിക്കുവാണ്. ഇനി അങ്ങോട്ട് പെട്ടെന്ന് എനിക്ക് ഫ്രണ്ട് പാർട്ടും കൂടി ചെയ്തിട്ട് നെക്കും കൂടി അടിച്ചിട്ട് അറ്റാച്ച് ചെയ്തൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിലെങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. കോഡ് ഉണ്ടെങ്കിൽ താഴെ വരുത്തിക്കാം കേട്ടോ. ഇതേ നോക്കിയേ, താഴെ വന്നാലും വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ സംഭവം തന്നെ നേരെ ഇവിടെ വരുവാണെങ്കിൽ അതൊരു അഭംഗിയല്ലേ. അപ്പൊ എപ്പോഴും നൈറ്റി ബിറ്റ് വെച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. അപ്പോ നമുക്കിനി ഇതില് ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. ചുരുക്കിടുമ്പോൾ ഉണ്ടല്ലോ 2 ഇഞ്ചോളം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാം. സെയിം അതേപോലെ തന്നെ ഈ അറ്റത്തും 2 ഇഞ്ച് ഇങ്ങനെ വിട്ട് വേണം. ഒത്തിരി ചുരുക്കൊന്നും കിട്ടത്തില്ല, നൈറ്റി പീസ് അല്ലേ. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്രയും ഭാഗം അങ്ങോട്ട് വിട്ടു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുഞ്ഞി ചുരുക്കുകൾ കുറച്ച് അകത്തി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അറ്റം വരെ ഇടുക. ഇത് ഞാൻ ഈ തുണിയിൽ ഇങ്ങനെ അങ്ങോട്ട് അറ്റം വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഇതൊന്ന് ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. കറക്റ്റ് അളവിലാണോന്ന് വെച്ച് നോക്കാം. കറക്റ്റ് അളവല്ല എന്നുണ്ടെങ്കിൽ 1 or 2 ചുരുക്ക് ചിലപ്പോൾ അഴിക്കേണ്ടി വരും. ഇതിപ്പോ കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ചുരുക്ക് അഴിക്കേണ്ടി വരും. അത് നമുക്ക് തുടങ്ങിയിട്ട് അവസാനം ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ നല്ല ഭാഗവും തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിലൊന്ന് തയ്ച്ചങ്ങോട്ട് എടുക്കുക. ഈ 2 പാർട്ടും തമ്മിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മീതെ വെച്ചിട്ട് ഒന്ന് പതിച്ച് അടിക്കുക. ഈ പ്ലീറ്റ്സ് ഉള്ള ഭാഗത്ത് പതിച്ചടിക്കുവാണെങ്കിൽ ചിലപ്പോൾ പ്ലീറ്റ്സ് വളഞ്ഞു പോകും. അതുകൊണ്ട് ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ അങ്ങ് വലിച്ചു പിടിച്ചിട്ട് പതിച്ച് അടിച്ചാലും മതി. താഴെ ഭാഗത്ത് നമ്മൾ ഈ ഒരു സ്കേർട്ടിന്റെ പാർട്ട് കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി ഈ ഒരു നെക്ക് തയ്ക്കാൻ നല്ലതാണ്. ഈ നെക്ക് നോക്കി ഇവിടം വരെ ഇങ്ങനെ സ്ക്വയർ വന്നിട്ട് താഴത്തേക്ക് ഒരു സോസർ ഷേപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ 2 കഷ്ണം തുണി ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മീതെ വെച്ച് വേണം നമുക്ക് നെക്ക് ഒന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് നെക്ക് ഇങ്ങനെ ഒന്ന് 1/4 ഇഞ്ചിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോർണർ അതുപോലെ 1 ഇഞ്ച് നീക്കി അവിടെ ചെറിയ കട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല വശം വെച്ചിട്ടൊന്ന് പതിച്ചടിക്കണം, ഉള്ളിലേക്ക് അടിക്കണം. പിന്നെ ഞാനിതിൽ ഹെമ്മിങ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. നേരെ ഈ തുണി ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ല വശത്ത് 2 സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ചരിച്ച് നെക്ക് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഉൾഭാഗം ഹെമ്മിങ് ചെയ്യാതെ അതും അങ്ങോട്ട് മടക്കി തയ്ച്ചെടുത്തു. ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്താ അടുത്ത പണി? ഇത്രയുമാണ് ഈ ഒരു കുർത്തിയിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അതായത് ഈ പ്ലീറ്റ്സ് ഒക്കെ എങ്ങനെ ഇടാവുന്നതിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെയൊക്കെ ചെയ്യണം. ബാക്കിലും പ്ലീറ്റ്സ് എല്ലാം ചെയ്തെടുത്തിട്ട്
രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് സ്ലീവും വെച്ച് സൈഡ് പഠിച്ച് താഴെ ഭാഗം അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നൈറ്റിയുടെയൊക്കെ അടിഭാഗം മടക്കി എടുക്കത്തില്ലേ, ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കാണിച്ചിടാം. നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് രാത്രി 8 മണിക്ക് ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ എടുക്കത്തില്ല, കാര്യം എല്ലാം അറിയാവുന്നവർക്കല്ലേ, നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ മാത്രം മതിയല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ അവസാനം കാണിച്ചിടാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഫുൾ ആയിട്ട് ഇതിന്റെ സൈഡൊക്കെ കൂട്ടി താഴെ ഭാഗമൊക്കെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഡമ്മിയിൽ ഇട്ടുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ ഒറ്റ വെട്ട് പോലെ കിടക്കുന്നത് കേട്ടോ. നമ്മള് ബോഡിയിലേക്ക് ഇടുമ്പോൾ താഴെ ഭാഗത്ത് നല്ല ഫ്ലെയർ ഉണ്ട്. ഇതിന്റെ ഈ ഒരു ഷേപ്പിന്റെ ഭാഗത്തെ ഞാൻ പിന്നൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. കാര്യം ഡമ്മി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, ഒട്ടും തന്നെ ഇതിൽ വണ്ണമില്ല. നമ്മുടെ ബോഡി ഫിറ്റ് അല്ല ഇതിന് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഷേപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഒറ്റ വെട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. താഴെ ഭാഗത്ത് നല്ല ഫ്ലെയർ ഉണ്ട്. അത് ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എപ്പോഴും ഒരേ മോഡൽ കുർത്തിയൊക്കെ ഇട്ട് മടുത്തവരായിരിക്കും എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് ഒരു പ്രാവശ്യം ചെയ്തെടുക്കാം. ഇതിന്റെ വീതി കണ്ടില്ലേ, ഇത്രയും വീതിയോളമാണ് ഈ ഭാഗത്ത് താഴെ ഭാഗത്ത് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ 2.5 മീറ്റർ വാങ്ങിക്കാം. നൈറ്റി ബിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീതിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യണം. സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുവാണെങ്കിൽ തുണി തികയില്ല കേട്ടോ. അപ്പോൾ പറ്റുന്നവരെ ചെയ്ത് എടുക്കാം. നമുക്കപ്പോൾ വേറൊരു മോഡലിൽ കാണാം. പിന്നെ ഇന്ന് മുതൽ ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് പിള്ളേർക്ക് എക്സാം ആയിരുന്നു. 2 പേർക്കും കുഞ്ഞുങ്ങളല്ലേ, ഒരാൾക്ക് 9 വയസ്സും ഇളയാൾക്ക് 6 വയസ്സും. അപ്പൊ അവരുടെ കൂടെ ഇരിക്കണം കുറച്ചു നേരമൊക്കെ. അപ്പൊ വീട്ടിലെ പണി ഇതെല്ലാം കഴിയുമ്പോൾ ഒട്ടും സമയം ഉണ്ടായില്ല. ഇപ്പൊ എക്സാം ഒക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ക്ലാസ്സിൽ കാണാം.